الشيطان الرجيم فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. ആദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, പരിശുദ്ധപ്പെടുത്തുന്ന, വാഴ്ത്തുന്ന, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന നന്മയുള്ളവരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരും അവരവരുടെ ജീവിതം വിശുദ്ധമായ രൂപത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങൾ, നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം. കുടുംബങ്ങളും നാട്ടുകാരും ഭാര്യയും മക്കളും ശിഷ്യന്മാരും സുഹൃത്തുക്കളും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആ ഇഷ്ടത്തിന് വേണ്ടി ചിലപ്പോ കടുംകൈകൾ വരെ ചെയ്യുന്നവരാണ്. എത്ര പ്രയാസപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ അതുപോലെ ചിന്തിക്കാറുണ്ടോ? ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയും ഈ നാളുവരെയും നമ്മെ എത്രമാത്രം പടച്ചറബ് കാരുണ്യത്തോടെ ഔദാര്യത്തോടെ സ്നേഹിച്ചിട്ട് എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടണമെന്ന ചിന്തയോടെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടോ? എന്റെ റബ്ബിന്റെ ഇഷ്ടം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുക. ആലു ഇംറാൻ സൂറത്തിന്റെ 148 ആയത്തിൽ, തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ ഒരുപാട് നന്മകൾ, സുഹൃതങ്ങൾ, പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ. ആ വ്യക്തികളുടെ നന്മകളുടെ ഭാഗമായി അവർക്ക് അല്ലാഹു ദുനിയാവിൽ പ്രതിഫലം കൊടുക്കും. ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ. ഏറ്റവും മികച്ച മേന്മയേറിയ പ്രതിഫലം പരലോകത്തിലേതുമാണ്. ദുനിയാവിൽ അവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കും. അതോടൊപ്പം മേന്മ നിറഞ്ഞ പരലോകത്തെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. എന്താണ് അവരെ ഇത്രമാത്രം അല്ലാഹു ഇഷ്ടപ്പെടുന്നത്? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന മനുഷ്യരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും പുണ്യങ്ങളും നന്മകളും മേന്മകളും കൊടുക്കും. പല ആയത്തുകളുടെയും അവസാന ഭാഗം ഇങ്ങനെ കാണാം, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. നല്ല ക്ഷമാലുക്കളായ ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹനെ തവക്കുലാക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവരെ, ശുദ്ധിയാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന സൂചന എന്താ? അല്ലാഹു ഇഷ്ടപ്പെടണം. അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അവന്റെ താല്പര്യം അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരാളുടെ ഇഷ്ടം കിട്ടണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തെങ്കിലാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ഒരു വ്യക്തികൾ പോലും അങ്ങനെയല്ലേ? എങ്കിൽ അല്ലാഹുവും അതുപോലെ. മനുഷ്യ, നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അള്ളാഹുവിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത്. ആ ഇഷ്ടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന്റെ ഗുണമെന്താണ്? ഇദാ അഹബ്ബല്ലാഹു അബ്ദാ. സഹോദരങ്ങളെ, ഭൂമിയിൽ ഇന്ന് ഈ പ്രദേശത്ത് നമ്മിൽ ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാൽ, നമ്മിൽ ആരുമാകട്ടെ, ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാൽ, ദആ ജിബ്രീൽ. 600 ചിറകുകളുള്ള മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു അടുത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നു, ഇന്നി ഉഹിബ്ബു ഫുലാനാ ഫഹിബ്ബ. ജിബ്രീലേ, ഭൂമിയിലെ ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നീയും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ പറ്റി പറഞ്ഞെടുത്തിട്ട് പറയാണ്, ജിബ്രീൽ താങ്കളും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അള്ളാഹ് ഇഷ്ടപ്പെട്ടവനാണ്. എന്നിട്ട് ആകാശലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നിട്ട് തന്റെ അനുയായികളായ മലക്കുകളെ വിളിക്കുകയാണ്. ഫയുനാദൂനഹു, അവരെല്ലാവരും വിളിച്ചിട്ട് പറയുന്നു, ഇന്ന ഭൂമിയിലെ ഇന്ന ആളെ നമ്മുടെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബു അഹ്ലസ്സമാ, ആകാശലോകത്തുള്ള മുഴുവൻ ആളുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. കൊതിക്കണം സുഹൃത്തുക്കളെ, ഇതൊന്ന് കിട്ടാൻ, ഈ സ്നേഹം കിട്ടാൻ, ഈ ഇഷ്ടം കിട്ടാൻ, ഈ ഒരു ആത്മബന്ധം കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടൊന്നുവരെ. ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്നതിൽ എത്രമാത്രം നമ്മൾ സൂക്ഷ്മത കാണിക്കാറുണ്ട്. ഒരു മനുഷ്യൻ പിണങ്ങിപ്പോകുന്നതിൽ നമ്മൾ എത്രമാത്രം ബേജാറാവാറുണ്ട്. എന്റെ റബ്ബിനോട് ദേഷ്യപ്പെടുമെന്ന ചിന്തയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തിന്മകളിൽ നിന്ന് മാറി നിന്ന് ദുസ്വഭാവങ്ങൾ വെടിഞ്ഞ് ചീത്തയായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനാ. ഇദാ അറാദ ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹ് ഈ ദുനിയാവിലെ ഒരു മനുഷ്യനെ വല്ല ഖൈറും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമല, അവനെ കൊണ്ട് അള്ളാഹു പണിയെടുപ്പിക്കും. അള്ളാഹു ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അവനെ കൊണ്ട് കുറച്ച് പ്രവർത്തനങ്ങൾ അള്ളാഹ് ചെയ്യിപ്പിക്കും. സ്വഹാബത്തിന് മനസ്സിലായില്ല, നബിയെ കൈഫ യസ്തഅമിലു, അതെങ്ങനെയാണ് നബിയെ സംഭവിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹ്, ആ മനുഷ്യന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുക്കും. പിന്നെയും പിന്നെയും നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാൻ ചാൻസുകൾ കൊടുക്കും. എപ്പോഴാണ്? ഖബലൽ മൗത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുമ്പ് ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കും, അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചാൽ. അതുകൊണ്ട് ചെറുതും വലുതുമായ ഒരു കാര്യവും നമ്മൾ വിട്ടേച്ചു പോകണ്ട. പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നന്മകളെ കുറിച്ച് പഠിക്കണം. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പല്ല് തേക്കാറുണ്ട്, ആരും മടി കാണിക്കാറില്ല. രാത്രിയാണെങ്കിലും രാവിലെയാണെങ്കിലും മറ്റു നമസ്കാര സമയത്തൊക്കെ പല്ല് തേച്ച് വൃത്തിയാക്കുന്ന സ്വഭാവമുണ്ടോ? വേണമത്. എന്താണ് അതിന്റെ പ്രത്യേകത? മത്ഹറത്തുൻ ലിൽ ഫമി, വായക്ക് ശുദ്ധീകരണമാണ്, സംശയമില്ല. അടുത്ത ഭാഗം നോക്കൂ, വമർദാതുൽ ലിറബ്ബി, റബ്ബിന് തൃപ്തിയുള്ള കാര്യമാണ്. വായനാറ്റവും വൃത്തികേടും കൊണ്ട് നടക്കേണ്ടവനല്ല മുസ്ലിം. അള്ളാഹ്ക്കിഷ്ടം വൃത്തിയുള്ള വായും സുഗന്ധമുള്ള തതയ്യുമായ മനുഷ്യരെയാണ് അള്ളാഹ്ക്കിഷ്ടം. ഇങ്ങനെ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം, ഒരൊറ്റ ഹദീസ് വായിക്കുമ്പോ എത്ര മഹത്തരമാണ് അള്ളാഹുവിന്റെ വിശിഷ്ടങ്ങളായ പ്രവർത്തനങ്ങൾ. നോക്കൂ, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, മനുഷ്യ നിങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യരെ നമ്മുടെ കൂട്ടത്തിൽ, മനുഷ്യ നീ അറിയണം, അവരെ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അൻഫഉഹും ലിന്നാസി, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണോ? അവനാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണോ? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. സ്വാർത്ഥ താല്പര്യങ്ങളുമായി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം കാര്യങ്ങളും മാത്രമായി രാപ്പകലില്ലാതെ നെട്ടോട്ടമോടുന്നു. അങ്ങാടിയിൽ ആദ്യത്തെ ആളും അങ്ങാടിയിൽ അവസാനത്തെ ആളുമാണ്. വേറെ വേണ്ടാത്തരങ്ങളിലും വേണ്ടാത്തരങ്ങൾക്ക് അപ്പുറത്തും കടന്നയാൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ തന്നെ കൊണ്ട് മനുഷ്യ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഖൈറുന്നാസ്, അവനാണ് നല്ല മനുഷ്യൻ. സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുട്ട ചില പ്രവർത്തനങ്ങളുണ്ട്. അഹബ്ബുൽ അഅമാലു ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് സഹാബത്തെ. ആദ്യം പറയുന്നത് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം പൂവണിയിക്കലാണ്. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ മുസ്ലിങ്ങളെയും മുസ്ലിമാണെന്നൊന്നും നമ്മൾ നോക്കൂല, അങ്ങ് വെറുപ്പിച്ചു കളയും, ആക്ഷേപിക്കും, ചീത്തപ്പേര് വിളിക്കും, കുറ്റപ്പെടുത്തും, പരിഹസിക്കും, വഞ്ചിക്കും.
അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ മടി കാണിക്കാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുസ്ലിമിന്റെ മനസ്സിൽ നീ കാരണം ഒരു സന്തോഷം ഇട്ടുകൊടുക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനാണ്. സന്തോഷിപ്പിക്കാൻ കഴിയണം മുസ്ലിമിനെ. അതെങ്ങനെ സന്തോഷിപ്പിക്കേണ്ടത്? മദ്യം കൊടുത്താണോ, ലഹരി കൊടുത്താണോ, സിഗരറ്റ് കൊടുത്താണോ, പൈസ കൊടുത്താണോ, വേണ്ടാത്തരങ്ങൾക്ക് കൈക്കൂലി കൊടുത്താണോ? അല്ല, ഹലാലായ ജായിസായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിരിക്കാൻ പറഞ്ഞു, സലാം പറയാൻ പറഞ്ഞു, രോഗിനെ സന്ദർശിക്കാൻ പറഞ്ഞു, വെറുതെ ഒരു മുസ്ലിമിനെ സന്ദർശിക്കാൻ പറഞ്ഞു. അങ്ങനെ അനുവദിക്കപ്പെട്ട നല്ല കാര്യങ്ങളിലൂടെ ആ മുസ്ലിമിനെ നീ സന്തോഷമുണ്ടാക്കി കൊടുത്താൽ നീ ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചോ. ചില ഉദാഹരണങ്ങൾ പറയുന്നു. ഔ യക്ഷിഫു അൻഹു ഖുർബതൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഒരു പ്രയാസം നീ നീക്കിക്കൊടുക്കുന്നുവെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ ഭക്ഷണം കിട്ടാത്തവനായിരിക്കും, വീടില്ലാത്തവനായിരിക്കും, ചിലപ്പോൾ കിടക്കാനുള്ള ഒരു ബെഡ് കിട്ടാത്തവനായി, വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തവനായിരിക്കും. എന്താണെങ്കിൽ ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രയാസം മാറ്റിക്കൊടുക്കാൻ നീ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടോ അല്ലാഹുവിന് ആ പ്രവർത്തനം ഇഷ്ടമാണ്. ജനസേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനല്ല, പേരിനും പെരുമക്കല്ല, പ്രശസ്തി കിട്ടാനല്ല, ആളുകളുടെ മുമ്പിൽ എണീറ്റ് പരസ്യം കാണാനല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള വഴിയാണ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾ. വിട്ടുനിൽക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരാധനയിലുണ്ട്, നിസ്കാരത്തിലുണ്ട്, ദഅവത്തിലുണ്ട്, എല്ലാമുണ്ട്. ഈ രംഗം ഒഴിയേണ്ട ഒന്നല്ല. നമ്മൾ അവിടെ സാന്നിധ്യമുണ്ടാകണം. നമുക്ക് കഴിയാവുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഹദീസിൽ പറയുന്നു, ഔ യഖ്ദി അൻഹു ദൈനാ, ഒരു സഹോദരന്റെ കടം വീട്ടാൻ കഴിയുമെങ്കിൽ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ചിലപ്പോൾ 300 രൂപ കൊണ്ട് ഒരു വ്യക്തിന്റെ കടം വീട്ടാൻ കഴിഞ്ഞാൽ പുണ്യമാണ്. ചില സാധുക്കളെ വിഷമം തോന്നാറുണ്ട്, വന്ന് ചോദിക്കും 100 രൂപ തരാൻ പറ്റുമോ? വിവാഹം കഴിഞ്ഞ് 2-3 മക്കളുള്ള ആളാണ്, കടം ചോദിക്കും 100 രൂപ തരാൻ പറ്റുമോ? ഒരു 300 രൂപ തരുമോ? നമുക്കതൊരു വലിയ സംഖ്യയല്ല, നമുക്കത് വലിയ കാര്യമായി തോന്നുന്നില്ല. പക്ഷെ അയാളുടെ പ്രയാസം വലുതാണ്. ഒരു വ്യക്തിയുടെ കടം വീട്ടാൻ സഹായിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിശപ്പ് മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഒരു ഇറക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഒരു നേരത്തേക്കുള്ള അരി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മയാണ്. ഇഖ്ലാസോടെ നമുക്കത് ചെയ്യാൻ സാധിച്ചാൽ ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കുക. ഓഫീസിൽ പോകണം, എനിക്ക് ഓഫീസിൽ ആരും പരിചയമില്ല, എങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയില്ല, ഒന്ന് പോയി കൊടുത്ത് അവന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. വീട് നിർമ്മാണത്തിൽ ചില പ്രയാസപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിന് ഒരാളെ സഹായിക്കാൻ കഴിയും, അയാളുടെ കൂടെ ഒന്ന് പോയി നമ്മളൊന്ന് ഇടപെട്ടാൽ മതി. ഒരു പണം ചെലവൊന്നുമില്ല. ഒരു വ്യക്തിയുടെ ആവശ്യത്തിനു വേണ്ടി അയാളുടെ കൂടെ നടക്കുന്നതും വലിയ പ്രതിഫലമാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി, നബി തങ്ങൾ പഠിപ്പിക്കുക, ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ഒരു വ്യക്തിയെ സഹായിക്കലാണ്. ശ്രദ്ധിച്ചോളൂ, തെറ്റിദ്ധരിക്കണ്ട. ഇഅ്തികാഫ് പുണ്യമില്ല എന്നല്ല പറഞ്ഞേ. ഈ പള്ളിയിൽ അഥവാ മദീന പള്ളിയിൽ ഫീ ഹാദൽ മസ്ജിദി ശഹ്റ, ഒരു മാസക്കാലം മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു സാധുവായ മനുഷ്യന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ അയാളുടെ കൂടെ ഒന്ന് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ അതെന്താ അർത്ഥം? അതിനൊരു വലിയ നന്മയുണ്ട്. അത് അല്ലാഹു അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്ത വിഷയമാണ്. വമൻ കഫ ഗളബഹു, ഒരു മനുഷ്യൻ അവന്റെ കോപം ഒതുക്കി വച്ചാൽ സതറല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ ഔറത്ത് മറച്ചു വെക്കും. അല്ലാഹുക്ക് ഇഷ്ടാണ് ദേഷ്യം മൂടി വെക്കുക, ദേഷ്യം ഒതുക്കി വെക്കുക. ആരാ മോശം? വീട്ടിലൊക്കെ നമ്മൾ ചീറ്റപ്പുലികളല്ലേ. മക്കളോടും കുടുംബത്തോടും എന്താണ് അവസ്ഥ? മാതാപിതാക്കളുടെ വരെ മുഖത്ത് ദേഷ്യത്താൽ അടിച്ച മക്കളുണ്ട്.
അപ്പൊ ദേഷ്യത്തിന് നിയന്ത്രണമില്ലേ? വേണം. വമൻ കഫാദബഹു, ആരെങ്കിലും തന്റെ കോപമങ്ങ് നിയന്ത്രിച്ചാൽ സതറല്ലാഹു ഔറതഹു, അല്ലാഹു നാളെ പരലോകത്ത് അവന്റെ ഔറത്തുകൾ മറച്ചു വെക്കും. പരലോകത്താണെങ്കിലും ദുനിയാവിലാണെങ്കിലും. ഒന്നുകൂടെ ഹദീസിൽ നോക്കൂ, നിങ്ങൾ 2 പ്രാവശ്യം പറയാണ്. വമൻ ഖദമ ഗൈറ, ആരെങ്കിലും തന്റെ ആ രോക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ രൂർത്തഭാവങ്ങൾ അതൊരാൾ നിയന്ത്രിച്ചാൽ, വലൗ ശാഅ അൻ യംദിയഹു അല്ലാഹു, വേണമെങ്കിൽ പ്രതിക്രിയയും ശിക്ഷയും നടപ്പിലാക്കാനുള്ള കഴിവുണ്ടായിട്ടും, എനിക്കത് ദേഷ്യം പിടിച്ചു, അടിക്കാനുള്ള കഴിവെനിക്കുണ്ട്, എനിക്കതിനുള്ള അധികാരമുണ്ട്, എന്റെ മക്കളെയോ എന്റെ ഭാര്യയെയോ എനിക്ക് വേണ്ടപ്പെട്ടവരോ, എന്നിട്ടും ഞാൻ അങ്ങ് നിയന്ത്രിക്കുന്നു, എന്റെ വായ ഞാൻ മൂടിവെക്കുന്നു, എന്റെ കൈകളെ പിടിച്ചു വെക്കുന്നു. അങ്ങനെ ചെയ്താൽ മല അല്ലാഹു ഖൽബഹു റജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന് വലിയ സന്തോഷവും പ്രതീക്ഷയും നിറച്ചു കൊടുക്കും. പിടിച്ചു വെക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം. വമൻ മശാ മഅഖീ ഫീ ഹാജ, ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ അങ്ങ് നടന്നാൽ, ഹത്താ തതഹയ്യ ലഹു, അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ കിട്ടുന്നതുവരെ, അസ്ബത അല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം, നാളെ പരലോകത്ത് കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയാതെ മനുഷ്യന് ബേജാറായി സ്വന്തം കാര്യത്തിന്റെ വയറിൽ ഭയപ്പാടോടെ ഭീതിയോടെ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന പരലോകത്ത് മഹ്ശറിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ബേജാറാകുമ്പോ ഈ മനുഷ്യന്റെ കാൽപാദങ്ങൾക്ക് അസ്ബതല്ലാഹു, അല്ലാഹു സ്ഥൈര്യം കൊടുക്കും, ഖദമൻ, അവന്റെ കാലുകൾക്ക്, യൗമ തസൂലുൽ അഖ്ദാം, കാൽപാദങ്ങൾ ഇങ്ങനെ നീങ്ങുന്ന പേടിച്ചു നിൽക്കുന്ന ദിവസത്തിൽ പോലും. സഹോദരങ്ങളെ, ഞാൻ ചില ഭാഗങ്ങൾ മാത്രമാണ്, ഒരു ഹദീസാണ് ഇത്രയും വായിച്ചത്. ഇങ്ങനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള വഴികൾ ഈ ലോകത്തുണ്ട്. അതിന് നമ്മൾ ഒരുങ്ങണം, ആഗ്രഹിക്കണം, ശ്രമിച്ചു നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എത്രമാത്രമാണ് മനുഷ്യർക്ക് തുറന്നിട്ട് കൊടുക്കുന്ന അവസരങ്ങൾ, ഇതൊക്കെ ഇഷ്ടമാണെന്ന് പരിചയപ്പെടുത്തി തരുന്നു. ഒരിക്കൽ നബി തങ്ങൾ പറയാണ് സ്വഹാബത്തിനോട്, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലിൻ, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. മിൻ ദറജത്തിസ് സിയാം, പകല് മുഴുവൻ കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കുന്നതിനേക്കാൾ പ്രതിഫലം, വസ്സലാ, നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത, വല്ലദ്കാർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം പറയട്ടെ. സഹാബത്ത് പറഞ്ഞു, നബിയെ പറയൂ, ഞങ്ങൾക്ക് കേൾക്കണം. അവിടുന്ന് കൊടുത്ത ഉപദേശമാണ് ഇസ്ലാഹുൻ ദാത്തൽ ബൈൻ, 2 വ്യക്തികൾക്കിടയിൽ സുൽഹുണ്ടാക്കുക. കുടുംബങ്ങൾ, വ്യക്തികൾ, സുഹൃത്തുക്കൾ പിരിഞ്ഞും പിണങ്ങിയും നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോകുന്നവർ പോണ വഴിക്ക് പോട്ടെ നോക്കാൻ പറ്റുമോ? ഇസ്ലാഹുൻ ദാത്തൽ ബൈൻ, 2 പേരെയും ഇരുത്തുക, എങ്ങനെയൊക്കെ ചേർക്കാൻ പറ്റും നോക്കുക. പരമാവധി സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സിയാമിനേക്കാൾ, സ്വലാത്തിനേക്കാൾ, ദിക്റിനേക്കാൾ ആ മനുഷ്യരുടെ പ്രശ്നത്തിലുള്ള ഇടപെടലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത്. നിസ്കാരം വേണ്ടാന്നോ നോമ്പ് വേണ്ടാന്നോ എന്ന അർത്ഥമല്ല, ചില കാര്യങ്ങളുടെ പ്രതിഫലമാണ് പഠിപ്പിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാകുന്നതിന് മുമ്പ് തന്നെ നോക്കൂ നിങ്ങൾ, കഅബാലയത്തിന്റെ പണി നടക്കുന്നു. നബി തങ്ങളാണ് അതിന് വേണ്ടുന്ന കല്ലുകളും മറ്റു കാര്യങ്ങൾ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നബി തങ്ങൾ സഹായിച്ചു കൊടുക്കുന്നു. അന്ന് കുട്ടിയാ, ഒരു നാട്ടിന്റെ നന്മയിൽ പങ്കാളിയാകാൻ ശ്രമിക്കാം. പേടിച്ചു പറച്ച് വഹ്യ് കിട്ടിയിട്ട് ഖദീജ ബീബിന്റെ അടുത്തേക്ക് വരികയാണ്, വീട്ടിലേക്ക്, ആ ഹിറാ ഗുഹയിൽ നിന്ന്. അപ്പൊ ഖദീജ ബീബി എന്താ പറഞ്ഞതറിയോ? നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ്, പ്രയാസപ്പെടുന്നവരെ കണ്ടറിയുന്നവരാണ്, ഭാരം വഹിക്കുന്നവരാണ്, മിസ്കീനുകളെ സഹായിക്കുന്നവരാണ്. നബിക്ക് പ്രവാചകരാകുന്നതിന് മുമ്പേ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. സഹാബത്തിന്റെ കാലത്ത് കാണാൻ സാധിക്കുന്ന പള്ളി വൃത്തിയാക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായിരുന്നു. ആളുകളൊക്കെ പള്ളിയിൽ വരുമ്പോ പള്ളി വൃത്തിയുള്ളതായി കാണുന്നു, ഒരു ഉമ്മയാണ് അത് ചെയ്തിരുന്നത്.
മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയായി രംഗത്ത് വന്നു. സിദ്ദീഖ് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ഖലീഫ, മദീനയുടെ മക്കയുടെ ചുമതലയുള്ള ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി പറയാൻ തുടങ്ങി, ഇനി നമുക്ക് ആടിനെ കറക്കാൻ നല്ല പ്രയാസമായിരിക്കും. എന്താ പ്രയാസം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനത്തേക്ക് എത്തി, ഇനി അദ്ദേഹത്തിന് കിട്ടൂല. ഈ വാർത്ത കേട്ടപ്പോ ഖലീഫ വന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഖലീഫ എന്ന എന്റെ ചുമതലയുണ്ടെങ്കിലും ഇത് ഞാൻ ചെയ്തു പോന്നിരുന്നൊരു നന്മയാണ്, ഇത് നിർത്തിവെക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, അത് ഞാൻ തന്നെ ചെയ്യും. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഒരു പുണ്യകർമ്മം, എത്രയോ കുടുംബങ്ങൾക്ക് പാല് കിട്ടുന്ന ഒരു കാര്യമല്ലേ, നിർത്തിവെക്കാൻ തയ്യാറല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണം, കുറച്ച് പണിയെടുക്കണം. ഒരു ദിവസം രാത്രി കാലത്ത് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വല്ലാത്തൊരു സ്ത്രീയുടെ കരച്ചിൽ. സ്ത്രീ മാത്രമല്ല, കുടുംബങ്ങൾ തമ്മിൽ എന്തോ ഭയങ്കര ചർച്ച നടക്കുന്നു. ഓടി ചെന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം? ഗർഭിണിയായ സഹോദരി പ്രസവിക്കാനുള്ള ഒരുക്കത്തിലാണ്, വീട്ടിൽ വേണ്ടുന്ന ഒരു സെറ്റപ്പുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫോൺ വിളിക്കാൻ വഴിയില്ല, മെസ്സേജ് അയക്കാൻ വഴിയില്ല, വേഗം ഓടുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ചെന്ന് കാണുകയാണ്. ഒന്ന് വേഗം വരണം, ഒരു പ്രസവത്തിനാവശ്യമായ എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണമെങ്കിൽ പെറുക്കിയെടുത്തോ, കുറച്ച് തുണിയും വെള്ളം ഈത്തപ്പഴക്കും എടുത്തു പോരെ. എവിടേക്ക് പോണത്? നാട്ടിലത്തെ ഏതോ ഒരു സ്ത്രീയുടെ പ്രസവത്തിന്റെ കർമ്മത്തിന് സഹായിച്ചു കൊടുക്കാൻ. നമ്മുടെ ഭാര്യനെ പോയി വിളിച്ചാലേ, നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലത്തെ കാര്യത്തിൽ ഇടപെടാൻ പോണത്? നിങ്ങൾക്ക് വീട്ടിലത്തെ കാര്യം തന്നെ നോക്കാൻ സമയമുണ്ടോ? എന്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കും. ഒരു ഖലീഫന്റെ ഭാര്യ പറയാണ്, ഇനി എന്തെങ്കിലും വേണോ? ഇറങ്ങി പുറപ്പെട്ട് തുണിയും സഞ്ചിയും ഒക്കെ എടുത്തിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പൂർണ്ണമായ കാര്യങ്ങൾ, ഒരു സ്ത്രീക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ആ ഭാര്യ ചെയ്തു കൊടുത്തു. ഖലീഫ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. നമുക്കൊക്കെ പറ്റുമോ? നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അവിടെ വെച്ച് അവസാനിച്ചില്ല. അലിയാർ തങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്ര ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. എന്തൊക്കെ ജോലിയുണ്ട് സഹോദരങ്ങളെ. ഖലീഫയായിരിക്കുന്ന സമയത്ത് ബൈത്തുൽ മാൽ കുറച്ച് പൊടി പിടിച്ച പോലെ, ചളി പിടിച്ച പോലെ കാണുകയാണ്. വേഗം ഇതാന്ന് വൃത്തിയാക്കിയേ, ആൾക്കാരെ വിളിച്ചിട്ട് വൃത്തിയാക്കിക്ക് പറയാൻ ഒഴിവില്ല. അദ്ദേഹം അങ്ങ് ഡ്രസ് മാറി, അദ്ദേഹം അങ്ങ് കയറി ചെന്നു, വാതിലെല്ലാം തുറന്ന് വൃത്തിയാക്കി, ചുമരും അതിലെ സാധനങ്ങൾ, സകാത്തിന്റെ സമ്പത്തുള്ള ഗോഡോണാണ് ബൈത്തുൽ മാൽ, അതങ്ങ് വൃത്തിയാക്കുന്ന രംഗം അവിടുന്ന് അനുയായികൾ കാണുകയാണ്. എത്ര സംഭവങ്ങൾ ചേർത്ത് വെക്കാം. നെഹ്ർ സുബൈദ, മക്കയിൽ പോയ എല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്ന് ഇറാഖിലേക്കും ബാഗ്ദാദിലേക്കും ഒക്കെ ഒരു കനാൽ ഉണ്ടായിരുന്നു. ആ കനാൽ ഒരു സ്ത്രീയുടെ കഠിനാധ്വാനമാണ്, പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ സുബൈദ രാജ്ഞി കൃഷിക്കാർക്കും നാട്ടുകാർക്കും വെള്ളം എത്തിച്ചു കൊടുക്കാൻ വലിയ കനാൽ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് അന്ന് പണി കഴിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണം. ലോകത്തെ മുഴുവൻ ആളുകളും നമ്മളെ വെറുത്താൽ, ലോകത്തെ 3 കോടി മനുഷ്യർ മുഴുവൻ നമ്മളെ എതിർത്താൽ, കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ വിഷയമാക്കണ്ട. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ സൗഭാഗ്യവാനാണ്. പക്ഷെ തിരിച്ചൊരു കാര്യം ചിന്തിക്കണം. ലോകത്തെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അള്ളാഹു നമ്മളെ വെറുക്കുന്നുവെങ്കിൽ ആ ഇഷ്ടം വെറുതെയാണ്. മനുഷ്യരുടെ ആ ഇഷ്ടം വെറുതെയാണ്, നാശമാണ്. അതുകൊണ്ട് വിജയമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി കീഴ്പ്പെട്ടു കൊടുക്കുന്ന സൽഗുണങ്ങൾ ചേർത്ത നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ, മരിക്കാൻ, ആ രൂപത്തിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ റഹ്മാനായ അല്ലാഹ് അവന്റെ സൗഭാഗ്യങ്ങൾ നൽകുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായി തീരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന്, ആത്മാർത്ഥമായ ത്യാഗം ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. നമ്മളതിനെ നമ്മുടെ മരണം എന്ന് വിളിക്കുന്നു. എല്ലാവരും തിരിച്ചു പോകാൻ വന്നവരാണ്. ഏത് യാത്ര എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ ഈ ലോകത്തുനിന്ന് നമ്മൾ ഒരു മടക്കയാത്രയുണ്ട്. മിൻഹ ഖലഖനാകും, മണ്ണിൽ നിന്നാണ് മനുഷ്യ നിന്നെ പടച്ചത്. വഫീഹാ നുഈദുകും, നിങ്ങളെ ആ മണ്ണിലേക്കാണ് മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, എന്നിട്ട് അതിൽ നിന്ന് ഒന്നുകൂടെ നിന്നെ പുറത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവരും. അതിന് ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്ന ഒരു ദിവസമുണ്ട്, നമ്മുടെ മരണമാണത്. വൽതഫത്തിസാഖു ബിസാഖ്, അവസാനം തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ മരണം വരുന്ന സമയത്ത് കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്ന നേരമുണ്ട് നിനക്ക്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്ന് നീ നിന്റെ റബ്ബിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോവാണ്. ഫലൗലാ ഇദാ ബലാത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിന്റെ തൊണ്ടക്കുഴിയിൽ മരണം ഇങ്ങനെ വന്നെത്തിക്കഴിഞ്ഞാൽ നിന്റെ ചുറ്റുപാടും കൂടിയ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പിടിച്ചു വെക്കാൻ കഴിയോ? ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. സാധ്യമല്ല സുഹൃത്തേ. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം ബേജാറും വേദനകളും വരുമെന്നത് ഹഖാണ്, സത്യമാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ നമ്മളോട് പറഞ്ഞു, മരിക്കുമ്പോ നല്ല പോലെ മരിക്കണം, മോശപ്പെട്ട മരണത്തിന് ഒരുങ്ങരുത്. ഒരൊറ്റ ഹദീസ് മാത്രം ചേർത്ത് വെച്ചോ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചെറിയ ഹദീസ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫാറഖ റൂഹുൽ ജസദ, ആരെങ്കിലും തന്റെ ശരീരത്തിലെ റൂഹ് ഇങ്ങനെ പിരിയുന്ന വേളയിൽ, ജസദ് ശരീരത്തിൽ നിന്ന് റൂഹ് ഇങ്ങനെ വേർപിരിയുന്ന നേരത്ത്, വഹുവ ബരീഉം മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതനാണെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഇനി പറയുന്ന 3 കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ അതിന് സാധിക്കും. ഏതൊക്കെയാണ് 3 കാര്യം? ഒന്നാമതെണ്ണിയത് അൽ കിബ്റു, അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിലെത്താം. എന്താണ് അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ? അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, എത്ര സത്യം കേട്ടാലും എത്ര ഖുത്ബ കേട്ടാലും ആര് ഉപദേശിച്ചാലും സത്യത്തെ പുച്ഛിച്ച് കളയുന്നു. വഗംതുൻ നാസ്, മറ്റുള്ള ജനങ്ങളെയൊക്കെ നിസ്സാരമായി കാണുന്നു. വല്ലാത്തൊരു സൂക്കടാണത്. ഈ കിബ്ർ നാശത്തിനാണ് അഹങ്കാരികളോട് പറയുന്ന രംഗമുണ്ട്, ഖീല ദുഖുലൂ അബ്വാബ ജഹന്നം ഖാലിദീന ഫീഹാ ഫബിഅസ മത്വൽ മുതകബ്ബിരീൻ. നരകത്തിന്റെ കവാടത്തിൽ നിന്ന് പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ ഈ നരകത്തിന്റെ കവാടത്തിനകത്തേക്ക് പ്രവേശിക്കണം, നിങ്ങളിതിൽ നിന്യരായി എന്നും ഇതിൽ താമസിക്കണം. എന്തുകൊണ്ടാ? ഫബിഅസ മത്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ സങ്കേതം വളരെ മോശമാണ്. അഹങ്കരിക്കുന്ന ആളുകളുടെ കാരണങ്ങൾ എന്താ? ഇൽമ്, അറിവിന്റെ പേരിൽ അഹങ്കരിക്കുന്നു. അൽ ഹസബ്, തറവാടിത്തത്തിന്റെ പേരിൽ. വന്നസബി, കുലബന്ധത്തിന്റെ പേരിൽ. അൽമാലി, സമ്പത്തിന്റെ പേരിൽ. അല്ലതുബായി, നമ്മുടെ ഫോളോവേഴ്സ് ആയുള്ള അനുയായികളുടെ പേരിൽ. അങ്ങനെ പലതിന്റെ പേരിലും അഹങ്കരിക്കുന്ന മനുഷ്യ, നമുക്കതിന് അധികാരം തന്നിട്ടില്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്നത് വലിച്ചെറിയണം, ഊരി മാറ്റണം. ഒരു അംശം പോലും കൽബിന്റെ ഉള്ളിൽ കിബർ കയറിക്കൂടണ്ട. മരിക്കുന്ന സമയത്ത് റൂഹ് പിരിയുമ്പോ കിബറില്ലാതെ മരിച്ചാൽ സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത് വൽ ഗുലൂൽ, ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി കവർന്നെടുത്തിട്ടില്ല എങ്കിൽ, എന്നതൊരു വിഷയമല്ല. അനന്തര സ്വത്ത് തോന്നിയതുപോലെ കൈകാര്യം ചെയ്ത ആളുകൾ പിടിച്ചു വെക്കുക, മറ്റാർക്കും കൊടുക്കണില്ല. യതീമുകളുടെ സമ്പത്ത് ഏൽപ്പിച്ച ആളുകൾ കൈമുതലാക്കി അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുക, യതീമുകൾക്ക് അത് കിട്ടണില്ല. നോക്കാൻ ഏൽപ്പിച്ചതോ ഏൽപ്പിക്കപ്പെട്ട സുരക്ഷിതമായ സ്വത്തുക്കൾ വരെ തട്ടിപ്പ് നടത്തുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ.
അതിൽ നിന്ന് അന്യായമായി മനുഷ്യന്റെ സമ്പത്ത് ആരെങ്കിലും ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവനങ്ങ് മരിച്ചു പോകും. പക്ഷെ അവന്റെ തിന്മകൾ മാഞ്ഞു പോകില്ല. ക്യൂനെറ്റ് എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എത്രയാണ് സുഹൃത്തുക്കൾ, എത്ര മുസ്ലിങ്ങളാണ് 12 ലക്ഷം 24 ലക്ഷമൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കാൻ. നിമിഷങ്ങൾ കൊണ്ട് പണമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത, സ്വാർത്ഥത. ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന രോഗികളുണ്ടായിട്ട് ഒരു 10 രൂപ കൊടുക്കാൻ മടിക്കുന്നവർ ലക്ഷങ്ങൾ കിട്ടുമെന്ന് കാണുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് 12-20 ലക്ഷങ്ങളാണ്. അവസാനം ഇതൊരു തട്ടിപ്പാണെന്നറിയുമ്പോ അന്താളിച്ചു പോകാൻ. തട്ടിപ്പാണെന്നറിയില്ലത്ര. ആദ്യം ഇവർ പറഞ്ഞു ഹലാൽ ബിസിനസ് ആണ്. അത് കേട്ട നമ്മളിലെ വെട്ടികൾ പോയി ചെന്ന് ചാടിക്കൊടുക്കല്ലോ. പിന്നെ പറഞ്ഞു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, ഇന്റർവ്യൂലൊക്കെ പാസ്സായവരുടെ കാശ് മാത്രമേ മേടിക്കുള്ളൂ. ഇതിനേക്കാൾ വലിയ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്? സുഹൃത്തുക്കളെ, എല്ലാ തട്ടിപ്പിന്റെയും ആദ്യ ഭാഗം എന്നത് വിശ്വാസ്യത ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുക. അവസാനിച്ചോ? പുരാവസ്തുക്കളുടെ പേരിൽ മോൺസൺ എന്ന് പറയുന്ന സമയം ആ ചെങ്ങാതി ടിപ്പു സുൽത്താന്റെ വരെ കസേരയുണ്ടെന്ന് പറഞ്ഞപ്പോ DGP-മാരും മന്ത്രിമാരും സിനിമാ നടന്മാരും പോയി ഇരുന്നു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് വിഡ്ഢികൾ നിറഞ്ഞു നിൽക്കുന്നുവോ എന്ന് സംശയിക്കപ്പെടുന്നു. ഒരു കെട്ട് മുടിയും കൊണ്ടാണ് ഒരു സഹോദരൻ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പണമുണ്ടാക്കി 40 കോടിന്റെ പള്ളി ഉണ്ടാക്കിയത്. ഒരു കെട്ട് മുടി ബോംബെയിൽ നിന്ന് മേടിച്ച ജാലിയൻ വാലയുടെ മുടി കൊണ്ടുവന്ന് ഈ സാധുക്കളായ മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിലിട്ട് കൊടുത്ത് 25,000 രൂപക്ക് കുടിപ്പിച്ചത് തട്ടിപ്പല്ലേ സുഹൃത്തുക്കളെ? എന്നിട്ട് വീണ് കൊടുത്തില്ല, നമ്മൾ കുടിച്ചില്ലേ? അത് കുടിക്കാത്തവൻ മുബ്തദിആണ്, നബിയോട് സ്നേഹമില്ലാത്തവനാണെന്ന് വാദിച്ചില്ലേ? അറിഞ്ഞോളൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്യായമായി സമ്പത്ത് തിന്ന് തീർത്തവൻ പരലോകത്തെത്തുമ്പോ വിജയിക്കില്ല. ഇവിടെ തട്ടിപ്പ് നടത്താം, ഇത് അതിന് പറ്റുന്ന സ്ഥലമാണ്. മൂന്നാമത്തെ ആളെ പറ്റി പറഞ്ഞു, കടമിടപാടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. കടം പേടിക്കണ്ടെന്നോ കൊടുക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വീട്ടാനുള്ള ശ്രമമുണ്ടാകണം, വീട്ടണമെന്ന ആഗ്രഹമുണ്ടാകണം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് പിടഞ്ഞു വീണ് ഷഹീദായി ജിഹാദ് നടത്തി അങ്ങ് മരിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമോ നബിയേ? ഷഹീദായി യുദ്ധത്തിൽ പടഞ്ഞു വീണ മരിച്ചാൽ പുറത്തു കൊടുക്കോ? നഅം നബി തങ്ങൾ പറഞ്ഞു, അതേ, പുറത്തു കൊടുക്കും. എന്നിട്ട് ഒരു വാക്ക് ചേർത്ത് വെച്ചു, ഇല്ലദ്ദൈൻ, കടമിടപാട് ഒഴികെ. കടം വീടിയിട്ടില്ലെങ്കിൽ, കടം തീർന്നിട്ടില്ലെങ്കിൽ, അതിന്റെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിൽ അവൻക്ക് പോലും പുറത്തു കൊടുക്കൂല. ഇത് പറ്റിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ആളുകളേക്ക് നിന്ന് കടം പേടിച്ചിട്ട് ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കുന്നു, യുരീദു അദാഹ, അത് വീട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അല്ലാഹ് അത് വീട്ടിക്കൊടുക്കും. എങ്ങനെങ്കിലും അത് പടച്ചോന്റെ ഒരു സഹായത്താൽ അതങ്ങ് നീങ്ങി കിട്ടും. എന്നാൽ ആരെങ്കിലും കടം മേടിക്കുന്നു, അത് കവർന്നെടുക്കാൻ, നശിപ്പിക്കാൻ, കൊടുക്കാനില്ല തീരുമാനമില്ല. വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യൂല, അല്ലെങ്കിൽ പറയും ഞാൻ നാളെ തരാം, അല്ലെങ്കിൽ പറയും ഞാൻ ഇന്ന ഒരു കാര്യത്തിലാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കും. കൊടുക്കാനുള്ള ഉദ്ദേശമല്ല. യുരീദു ഇത്ലാഫഹ, അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചാൽ അല്ലാഹു അദ്ദേഹത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഈ കൂട്ടത്തിൽ കടമില്ലാത്തവർ അധികം വളരെ കുറഞ്ഞ ആളുകളേക്കും. ആ ആളുകളുടെ കടമിടപാട് രേഖപ്പെടുത്തണം, എഴുതി സൂക്ഷിക്കണം, വീട്ടണം എന്നതുപോലെ സാക്ഷികളെ വെക്കണം. എന്തൊക്കെ നിബന്ധനകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ശ്രദ്ധിച്ച് ഇത് വേഗത്തിൽ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ്ദൈൻ. വലിയ സമ്പന്നനല്ല, ബിസിനസ് നടത്തുന്നയാളല്ല, ലോകം മുഴുവൻ കറങ്ങി പണം സംഭരിക്കുന്ന ആളല്ലല്ലോ. എന്നിട്ടും പ്രവാചകര് പ്രാർത്ഥിച്ചതെന്താ? അല്ലാഹുവേ, കടത്തിന്റെ ആധിക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അത് കടം വെച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അങ്ങനെ വിട പറഞ്ഞ് ആത്മാർത്ഥമായി ഇവിടെ നിന്ന് പോകാൻ സാധിച്ചാൽ ദഖലൽ ജന്ന, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഭർത്താവ് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ തീരുന്നതല്ല ഈ വിഷയങ്ങൾ. മക്കൾ അറിയേണ്ടതുണ്ട്.
ഭാര്യ അറിയേണ്ടതുണ്ട്, നമ്മുടെ ഉമ്മയും ഉപ്പയും അറിയേണ്ടതുണ്ട്, കുടുംബങ്ങൾ പലതും പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ എത്ര സുന്ദരമായി നമുക്ക് ജീവിതത്തെ മേന്മയുള്ളതാക്കാം. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച ഒരു കുടുംബ സംഗമം അസർ നമസ്കാര ശേഷം ബഹുമാന്യനായ നമ്മുടെ പഴയ ഖതീബ് CP സലീം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും ഒരു ഒഴിവ് ദിവസത്തിൽ തന്റെ 1 മണിക്കൂർ തന്റെ കുടുംബത്തിനൊരു ദീനിയായ തസ്കിയത്തിന് വേണ്ടി ആഗ്രഹിച്ച് പുറപ്പെടണമെന്ന് ഞാൻ ആദ്യമായി ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ വായനകൾ, നമ്മുടെ പഠനം സജീവമാക്കണം. നേർപ്പദം വാരിക പോലെയുള്ള ഓരോ ആഴ്ചയിലും നമുക്ക് ലഭിക്കുന്ന നിരവധി പൊതുവിവരങ്ങൾ അടക്കമുള്ളത് നമ്മുടെ വീടുകളിൽ അത് വായിക്കാൻ ഇവിടെ കോപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരത് മേടിക്കണം, പഠിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി. തന്റെ മക്കളിൽ ദിശാബോധം നൽകുന്ന നല്ല തസ്കിയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾക്ക് ഉപകരിക്കുന്ന ലേഖനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാ? സ്വന്തം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിനു വേണ്ടി. നാളെ പടച്ചറബിന്റെ മുമ്പിൽ നിന്യനായി പരാജയപ്പെട്ടു പോകാതിരിക്കാനുള്ള അറിവ് നമ്മൾ തേടിപ്പിടിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഫിത്തനകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാ നിലക്കുമുള്ള ചൂഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്ന് അള്ളാഹുവെ വിവേകത്തോടെ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കാൻ ഞങ്ങൾക്ക് നീ സൽബുദ്ധി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും പള്ളിയിലെത്താൻ പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും സമ്പൂർണ്ണ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. സ്വർഗത്തിന്റെ പദവികൾ ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവേ, നീ ഞങ്ങളിൽ ബറക്കത്ത് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.